വിശദാംശങ്ങളിലേക്ക് പോകാം. കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് എം തോമസ് ചാഴികാടൻ LDF സ്ഥാനാർത്ഥിയാകും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, പ്രതീക്ഷിച്ചിരുന്ന ഒരു തീരുമാനമാണ് കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വിജയ്, തീർച്ചയായും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് തോമസ് ചാഴികാടൻ തന്നെ മത്സരിക്കുമെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആദ്യ പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് നിലവിൽ അദ്ദേഹം അവിടെ MP ആണ്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ തെരഞ്ഞെടുപ്പിലും കൂടെ മത്സരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം 8ാം തവണയാണ് തെരഞ്ഞെടുപ്പിൽ വരുന്നതെന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ്. ഏകകണ്ഠമായാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്ന് ജോസ് കെ മാണി പറഞ്ഞു. അതോടൊപ്പം തന്നെ വികസന കാര്യങ്ങൾ ഒന്നാമനാണ് തോമസ് ചാഴികാടൻ എന്ന് അദ്ദേഹം അവിടെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. തീരുമാനം ഏകണ്ഠമായി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പാർട്ടി യോഗങ്ങൾക്ക് ശേഷമാണ് ഒരു തീരുമാനം. നേരത്തെ തോമസ് ചാഴികാടൻ തന്നെയാണ് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഒരു ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപനം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പാർട്ടി നേതൃയോഗങ്ങൾക്ക് ശേഷം തന്നെയാണ് ഒരു തീരുമാനം ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്, കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2019 അപ്രതീക്ഷിതമായാണ് അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി എത്തുന്നത്. അന്ന് LDF-ലെ VN വാസവനെ, നിലവിൽ മന്ത്രിയായിരിക്കുന്ന VN വാസവനെയാണ് അദ്ദേഹം അന്ന് പരാജയപ്പെടുത്തിയത്. 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ വലിയൊരു വിജയം കോട്ടയത്ത് തോമസ് ചാഴികാടൻ നേടിയത്. നിലവിൽ അദ്ദേഹം ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ ഉന്നതാധികാര സമിതി അംഗമാണ്. കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, വൈസ് ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങളെല്ലാം തന്നെ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 91 അദ്ദേഹത്തിന്റെ സഹോദരന്റെ മരണത്തിനെ തുടർന്നാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. 91 മുതൽ അദ്ദേഹം അവിടെ നിയമസഭാ അംഗമായി ഉണ്ടായിരുന്നു. എന്നാലും 8ാം തവണ വീണ്ടും ചാഴികാടൻ കോട്ടയത്ത് മത്സരിക്കാനെത്തുന്നു. LDF-ന്റെ ഒരു സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് LDF സ്ഥാനാർത്ഥിയായി തോമസ് ചാഴികാടൻ വരുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ഇപ്പോൾ ജോസ് കെ മാണി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫിജി. ശരി ഉണ്ണി. തോമസ് ചാഴികാടൻ കോട്ടയത്ത് LDF സ്ഥാനാർത്ഥി.